ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പുതിയൊരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. പുതിയൊരു ക്ലാസ്സിലേക്ക് കയറുന്നു, പഴയ കൂട്ടുകാരെയൊക്കെ കാണുവാൻ സാധിക്കും. അങ്ങനെ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പല മാതാപിതാക്കന്മാരുടെയും ഉള്ളിൽ ടെൻഷനാണ്. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തുന്നതോടെ വരെ എല്ലാ മാതാപിതാക്കന്മാരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. എല്ലാ മാതാപിതാക്കന്മാരെയും കുട്ടികളെയും ഒക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ ചെറുപ്പക്കാരൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ മാത്രമാണുള്ളത്. അമ്മ കൂലിവേലയും തൊഴിലുറപ്പൊക്കെ എടുത്ത് അങ്ങനെയാണ് കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ സാധനം മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയപ്പോൾ ബൈക്ക് വെച്ച് കൂട്ടുകാരനെ കണ്ടുമുട്ടി. ഈ കൂട്ടുകാരൻ ബൈക്കിനാണ് വന്നത്. അപ്പോൾ ഈ കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ ടൗണിലേക്കാണ്, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടും കൂടെ ടൗണിലേക്ക് പോകുമ്പോൾ കുറച്ച് ചെന്നപ്പോൾ ഈ കൂട്ടുകാരൻ ഒരു കോൾ വന്നപ്പോൾ ആ കൂട്ടുകാരൻ അവിടെ ഇറങ്ങി എനിക്ക് പറഞ്ഞു, നീ ടൗണിൽ പോയിട്ട് തിരിച്ചു വരും, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ ബൈക്കുമായിട്ട് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. പോലീസ് കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ബൈക്കിനകത്ത് ബൈക്ക് പരിശോധിച്ചപ്പോൾ അതിൽ ആ ബൈക്കിൻ്റെ അകത്ത് കഞ്ചാവുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഈ അമ്മയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് കോടതിയിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ വെറുതെ വിടുകയുണ്ടായി. ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിന്റെ കോടതി ഈശോ ഈ ചെറുപ്പക്കാരനോട് കരുണ കാണിച്ച് ഈ ചെറുപ്പക്കാരനെ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ അറിയുന്ന ഒരു സഹോദരി, ഈ സഹോദരിയുടെ മക്കള് സ്കൂളിൽ പോകുമ്പോൾ ഈ സഹോദരി 2 ദിവസമായിട്ട് ഇങ്ങനെ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഈ സഹോദരി ഇരിക്കുമ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറയും, പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് പോലും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയണം എന്നിങ്ങനെ പറയും. ഏതായാലും ഈ സഹോദരി ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുകയും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ ചെയ്ത് ഈ സഹോദരി പരിശുദ്ധാത്മാവുമായി ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരികയും ഈ പരിശുദ്ധാത്മാവും ഈ സഹോദരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരിയുടെ മകനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഈ സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ ബാഗ് എടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി ബാഗ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിലൊരു 3-4 കവറ് കടലാസിൽ പൊതിഞ്ഞ അതിൽ 3-4 കവറുണ്ടായിരുന്നു. ഇതെങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കഞ്ചാവായിരുന്നു. അപ്പോൾ ഈ സഹോദരി മകനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ബാഗിൻ്റെ അത് വെച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാനൊരിക്കലും വെച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ പറഞ്ഞു. ഈ മകനെ കൊടുക്കുവാൻ വേണ്ടി സ്കൂളിലുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന ആരോ ഈ മകന്റെ ബാഗിൽ വെച്ചത് ഏതായാലും ഈ സഹോദരി അതെടുത്ത് നശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ വഴിയിലൂടെ ടൗണിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാം, ചില അമ്മമാരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്കൂൾ വണ്ടി കാത്തു നിൽക്കുമ്പോൾ പലരും മൊബൈലിൻ്റെ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൂടി കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കയ്യിൽ മൊബൈലല്ല വേണ്ടത്, നമ്മുടെ കയ്യിൽ ജപമാലയാണ് വേണ്ടത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം അമലേക്കരുമായി യുദ്ധം ചെയ്യുമ്പോൾ മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താത്തപ്പോഴെല്ലാം ഇസ്രായേൽ തോറ്റുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാര് മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും കടന്നു വരികയില്ല. ഈ ചെറുപ്പക്കാരന് ഈ പരിശുദ്ധാത്മാവുമായ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടുകാരൻ ഈ ബൈക്കുമായിട്ട് നീ പൊക്കോളാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവുമായിരുന്ന ഒരു ബന്ധത്തിനുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണമായിരുന്നു, പരിശുദ്ധാത്മാവ് ഞാൻ ഈ ബൈക്കുമായിട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും വേണ്ട എന്ന് പറയുമായിരുന്നു. ഈ അമ്മയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ ബാഗ് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചപ്പോൾ അങ്ങനെ ആ ഒരു കഞ്ചാവിന്റെ പൊതി നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. അത് കുഞ്ഞുങ്ങളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, ഈ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാലും മറുപടി വരും. പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എല്ലാ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തി ബന്ധത്തിൽ മുമ്പോട്ട് പോകണം. കാരണം ഇത് പലരും ഇതിങ്ങനെ ചെയ്യാറില്ല. ഇത് പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്.
പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിത്യം വസിക്കുന്നുണ്ട്. നമ്മൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മറുപടി തരും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ പഠിക്കുന്നതിന് മുമ്പ് ഈ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയണം. എപ്പോഴും പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി എന്നെ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയും, എൻ്റെ ഉള്ളിൽ ഒത്തിരി അഭിഷേകമോ കൃപയോ ഒന്നുമില്ല, എന്നാലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ ചെറിയ അഭിഷേകം, ചെറിയ കൃപകളൊക്കെ ഉണ്ട്. ആ കൃപകളും അഭിഷേകത്തിലേക്ക് ഇരട്ടി പങ്ക് ഈ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കണമേ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഉള്ളിലുള്ള കൃപകളും നമ്മളിലുള്ള അഭിഷേകവും സ്വർഗം നമുക്ക് ഇന്ന് പല ശുശ്രൂഷകരും ഇത് കിട്ടിയ അഭിഷേകം എങ്ങനെയും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കിട്ടിയ അഭിഷേകം മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ അഭിഷേകം പകർന്നു കൊടുക്കുവാനോ ഒന്നും പലരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കിട്ടിയത് എങ്ങനെയും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മാത്രം നമ്മുടെ രാജ്യം വളരണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പലരും ഇങ്ങനെ പോകാറുണ്ട്. ഒരിക്കലും നമ്മുടെ രാജ്യം വളർത്തുവാൻ വേണ്ടിയല്ല, ദൈവരാജ്യം വളർത്തുവാനും ഏലിയായിൽ നിന്നും എലീഷായിലേക്ക് അഭിഷേകം പകരപ്പെട്ടതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം, നമ്മുടെ ഉള്ളിലുള്ള കൃപ അത് മറ്റുള്ളവരിലേക്ക് ഈ കാലഘട്ടത്തിൽ യുവതന്മാർ കുഞ്ഞുമക്കളൊക്കെ പാപത്തിലേക്ക് വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ അഭിഷേകമുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം അവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുവാനും പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിൽ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളുമൊക്കെ മുൻപോട്ട് പോകുവാനും നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിൽ നിത്യം വസിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേലിന്റെ സംരക്ഷണവും എല്ലാ കുട്ടികളോടും എല്ലാ മാതാപിതാക്കന്മാരോടും എല്ലാ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.